വെള്ളത്തിൻ്റെ ജനങ്ങൾക്ക് പൊറുതിമുട്ട്. കാരണം വെച്ചാൽ ഈ ജലനിധി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട്. 3 ദിവസം ഇന്നേക്ക് 4ാമത്തെ ദിവസം കുടിവെള്ളം 300 കുടുംബത്തിന് കൊടുക്കുന്ന വെള്ളമായി. 300 കുടുംബത്തിന് ഏകദേശം 1000 ആൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പൈപ്പാന്ന് ഇവർ പൊട്ടിച്ച് ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരം വരെ ഉള്ള ലൈനുണ്ട്. അപ്പോൾ 300ഓളം ഗുണഭോക്താക്കളുണ്ട്. അവരെ ഉത്തരവാദിത്തപ്പെട്ട ആളില്ലല്ലോ. ഇതിൻ്റെ ജെസിബിയുടെ ആൾ ഡ്രൈവർ മാത്രമല്ല ഉണ്ട് ഇവരെ കൊടുത്തില്ല. ഇപ്പോൾ 2 കല്യാണം ഒരു കയറിക്കൂടൽ നടക്കുന്നത്. അവർ മുൻകൂട്ടി പറഞ്ഞ വെള്ളം നമുക്ക് തരണേ. നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ആറളം ടൗണിൽ ജലജീവ മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ റോഡ് സൈഡിൽ പൈപ്പ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മാന്തി പൊളിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏജന്റ് ന്യൂസ് ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. പറയാനുള്ളത് വെച്ചാൽ കുറേ നാളായി ഇവർ ഈ കുഴി കുഴിച്ചിരിക്കുന്നത് അങ്ങനെ മൂടാണ്ട് വെക്കുക. ഇതിൻ്റെ ഒരാഴ്ച വരെ രാത്രി ചെയ്ത് വെച്ച പണിയാണ്. രാത്രി ഞങ്ങൾക്ക് ഇവിടെ കടന്നു നോക്കാൻ പറ്റുന്നില്ല ഫൈലിങ്ങിൻ്റെ ശബ്ദം കൊണ്ട്. എന്നിട്ട് രാവിലെ ഞാൻ കാലത്ത് പള്ളിയിൽ പോകുന്ന സമയത്ത് ഈ ഇരുട്ട് സമയമല്ലേ, ഞാൻ ഇന്നലെ വീണ്ടായിരുന്നു, ഞാൻ വീണ്ടായിരുന്നു കുഴിയിൽ. ഈ വീട്ടിലെ ചെറുക്കം വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയ അവിടെ കുഴിയുണ്ടെന്ന് പറഞ്ഞിട്ട്. അത്ര എനിക്ക് അനാസ്ഥയല്ലേ ശരിക്കും. അപ്പുറം കുഴി ഇപ്പുറം കുഴി, മനുഷ്യന് നടക്കാൻ പറ്റില്ല, വണ്ടി ഓട്ടാൻ പറ്റില്ല. ഇതിപ്പോൾ എൻ്റെ കേബിൾ ഇതിലേ പോകുന്നു. എൻ്റെ വീട്ടിലേക്കുള്ള ലൈനില്ല, വൈദ്യുതി കേബിളാണ്. ഇതിലേ പോകുന്നത്. അതിനും കൂടി കുത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നു ഇവിടെ കാഴ്ചക്ക്. ഇപ്പോൾ ഇവരിപ്പം ജലജീവ മിഷന്റെ പ്രവൃത്തി നിങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഇത് തന്നെ വെറുതെ കുഴി ഒഴിച്ച് വെച്ചിട്ട് പോയപ്പോഴല്ലോ, അത് മൂടണ്ടേ. ഞങ്ങളുടെ പൈപ്പ് ഞാൻ ജലനിധിയിൽ പിന്നെ വർക്ക് ഉള്ള ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞങ്ങളുടെ പൈപ്പ് വെച്ച് കംപ്ലീറ്റ് പൊട്ടിച്ചേക്കുക വെള്ളത്തിൻ്റെ. ജനങ്ങൾക്ക് പൊറുതിമുട്ട്. കാരണം വെച്ചാൽ ഈ ജലനിധി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ ഇങ്ങനെ മുറവിളി കൂട്ടുക, വെള്ളം എവിടെ വെച്ച് ഞങ്ങൾ എവിടെ നിന്ന് വെള്ളം കൊടുക്കുക. ഇപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ എന്താ പറയുന്നത്? അവരെന്ത് പറയാൻ? അവരെ ഉത്തരവാദിത്തപ്പെട്ട ആളില്ലല്ലോ. ഇതിൻ്റെ ജെസിബിയുടെ ആൾ ഡ്രൈവർ മാത്രമല്ല ഉണ്ട് ഇവരെ കൊടുത്തില്ല. ഇപ്പോൾ വേറെ ആരും കാണുന്നില്ല. മലയാളം ആർക്കും അറിയാൻ പാടില്ല, തമിഴന്മാരാണ്. അപ്പോൾ 1 മാസക്കാലമായി ഏകദേശം പണി തുടങ്ങിയിട്ട്. അപ്പോൾ പണി തുടങ്ങുമ്പോൾ ഇവരുമായിട്ട് നമ്മളൊരു തീരുമാനമുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ പണി നടക്കുമ്പോൾ പൈപ്പ് പൊട്ടിയാൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ പുനഃസ്ഥാപിക്കാനും ഇപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വെള്ളം കൊടുക്കാൻ പ്രയാസം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി നമ്മൾ അവരെ സമ്മതിക്കുകയും നാളെ ഇതുവരെയായിട്ട് അവരുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഒരാളെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ പണിക്ക് ആളെ നിർത്തി പൈപ്പ് പൊട്ടിക്കുന്നു, പൈപ്പ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഓൾറെഡി സൈറ്റിൽ നമ്മൾ ആളെ നിർത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അവരുമായിട്ട് ഇതുവരെ നല്ല സഹകരണം. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവർ മാന്തി 2 സ്ഥലത്ത് പൊട്ടിച്ച്. ആ പൊട്ടിച്ചതിന് ശേഷം വെള്ളി, ശനി, ഞായർ 3 ദിവസം ഇന്നേക്ക് 4ാമത്തെ ദിവസം കുടിവെള്ളം 300 കുടുംബത്തിന് കൊടുക്കുന്ന വെള്ളമായി. 300 കുടുംബത്തിന് ഏകദേശം 1000 ആൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പൈപ്പാന്ന് ഇവർ പൊട്ടിച്ച് ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരം വരെ ഉള്ള ലൈനുണ്ട്. അപ്പോൾ 300ഓളം ഗുണഭോക്താക്കളുണ്ട്. അപ്പോൾ ഇന്നലെ 2 കല്യാണം ഒരു കയറിക്കൂടൽ നടക്കുന്നത്. അവർ മുൻകൂട്ടി പറഞ്ഞ വെള്ളം നമുക്ക് തരണേ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് പ്രശ്നമൊന്നുമില്ല, വെള്ളം തന്നേക്കാം, ഇവിടെ ഒരു പൈപ്പ് ലൈൻ ഇടുന്നുണ്ട്, അവർ പൊട്ടിച്ചില്ലേ വെള്ളം തരും എന്നിട്ട് ഒരു വാക്കാൽ പറയുകയും ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഇവർ പൊട്ടിക്കുകയും ചെയ്ത് ആ കാര്യങ്ങളിൽ ഇവരോട് വളരെ നേരത്തെ വെള്ളിയാഴ്ച നേരത്തെ ഒരു 4 മണി മുമ്പ് പറഞ്ഞു നാളെ കല്യാണമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് അത് ശരിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ശരിയാക്കി തരാമെന്ന് പറഞ്ഞല്ലാണ്ട് രാത്രി 8 മണിയായിട്ടും യാതൊരു ഇടപാടുമില്ല. അപ്പോൾ രാത്രി വന്ന് ഇവർ മാന്തി പുറത്താക്കിയതിന് ശേഷം അവർ പറഞ്ഞു ഇന്ന് കണ്ണ് കാണുന്നില്ല, അതുകൊണ്ട് നാളെ രാവിലെ വന്ന് ശനിയാഴ്ച വന്ന് ശരിയാക്കി തരാമെന്ന്. ശനിയാഴ്ചയും ഇല്ല, ഞായറാഴ്ചയും ഇല്ല, ഇന്ന് തിങ്കളാഴ്ച ഇന്നവരോട് ചോദിച്ചു നോക്കുമ്പോൾ പണിക്കാറില്ല, പണിയെടുക്കേണ്ട ആളില്ല, നമ്മളെന്താ ചെയ്യേണ്ടത്. പക്ഷേ അവരെ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ബലമായിട്ട് അത് ഇനി പണി നടക്കേണ്ട. ഇത് പുനഃസ്ഥാപിച്ചതിന് ശേഷം മാത്രം വെള്ളം നിങ്ങളെ പണി നടന്നാൽ മതി, ഇനി ഒരു കാരണവശാലും നിങ്ങളായിട്ട് സഹകരിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ പണി നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് പൊതുവെ വേണ്ടപ്പെട്ട അധികൃതർ വരുന്നവരിന് ഇവിടെ വരെ അതിൻ്റെ പിന്നെ ഇപ്പം മേശരി ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതാണ് പറയാനുള്ളത്. ഇവരുടെ ജലജീവ മിഷന്റെ പ്രവൃത്തി നടക്കണമെങ്കിൽ ഇവരുടെ ജലനിധിയുടെ പൈപ്പിന്റെ പൊട്ടുന്ന ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി അന്നന്ന് വൈകുന്നേരങ്ങളിൽ വൃത്തിയാക്കി പൂർവ്വസ്ഥിതി തന്നെ ആക്കി നൽകണം എന്നാണ് ഇവരുടെ നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ സിജോ അബ്രഹാമിനൊപ്പം ആറളം ടൗണിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏച്ചനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്.
sofa set, bedroom set, dining table set, wardrobe and coat, fancy light തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.